ചൈനയും അമേരിക്കയും തുറന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. താരിഫ് യുദ്ധത്തിലേക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അമേരിക്ക ചൈനയ്ക്ക് 125% താരിഫ് പ്രഖ്യാപിക്കുകയും അതിന് തിരിച്ചടിച്ചുകൊണ്ട് ചൈന 84% താരിഫിലേക്ക് നീങ്ങുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ചൈന തങ്ങളുടെ പൗരന്മാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അമേരിക്കയിലേക്കുള്ള നിങ്ങളുടെ യാത്രകൾ, അതായത് ചൈനീസ് പൗരന്മാരുടെ യാത്രകൾ റദ്ദാക്കണം എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതിന് പറയുന്ന കാരണം ഇപ്പോൾ ചൈന അമേരിക്ക ബന്ധം അത്ര ഊഷ്മളമല്ല. അതുകൊണ്ട് തന്നെ ആഭ്യന്തര സുരക്ഷ വിലയിരുത്തിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്നാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, ചൈനീസ് പൗരന്മാർ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ചൈനീസ് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതോടുകൂടി തന്നെ ഈ അമേരിക്കയുടെ ടൂറിസം മേഖലയിൽ അതൊരു വലിയ ഇടിവ് ഉണ്ടാക്കാനുള്ള ചൈനയുടെ ശ്രമമാണ് എന്നാണ് ഒരു വാദം. അതല്ല, പകരം തായ്വാനെ ചൈന ഏത് നിമിഷവും ആക്രമിച്ചേക്കാമെന്നും തായ്വാന് പിന്തുണ നൽകുന്ന അമേരിക്ക അതിലൊരുപക്ഷെ ഇടപെട്ടേക്കാമെന്നും ചൈന കരുതുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന തങ്ങളുടെ പൗരന്മാർക്ക് അത് വലിയ ഭീഷണിയാകുമെന്നും ചൈന കരുതുന്നു. ഏതായാലും ചൈന അമേരിക്ക താരിഫ് യുദ്ധം, വ്യാപാര യുദ്ധം ഇപ്പോൾ ഒരു പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥയാണ്. പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലേക്ക് അത് വളരെ വേഗം മാറി എന്നുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള നയതന്ത്ര വിദഗ്ധരെ അത്ഭുതപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.